ആഹാ, ഇത് എന്ത് പരിപാടിയായി ഗരീനെ കാണിച്ചു വെച്ചേക്കുന്നേ? ഒരു കളി കളിക്കണമെങ്കിൽ തന്നെ എത്ര ഡയമണ്ടാ പൊട്ടിക്കേണ്ടി വരുന്നേ? ഒന്ന് ജമ്പ് ചെയ്യണമെങ്കിൽ തന്നെ 50 ഡയമണ്ട് കൊടുക്കണം. മാപ്പ് എടുക്കണമെങ്കിൽ തന്നെ 2 ഡയമണ്ട് കൊടുക്കണം. എന്തായാലും 2 ഡയമണ്ട് കൊടുത്ത് മാപ്പൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ അവസാനം 30 ഡയമണ്ടും കൊടുത്ത് ഡൈവും ചെയ്തു. ഇനി നേരെ ഫാക്ടറി ടോപ്പിലോട്ട് അങ്ങ് വെച്ച് പിടിച്ചാലോ? ടോപ്പിലോട്ട് വെച്ച് പിടിക്കണ്ട, ഈ ഒരു ഭാഗത്തോട്ടങ്ങ് വെച്ച് പിടിക്കാം. എന്തൊക്കെയാണാവോ ഇനിയും കാണാൻ പോകുന്നേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഡയമണ്ടും തീരും, പൈസയും തീരും. പണ്ടൊക്കെ എങ്ങനെ കളിച്ച ഫ്രീ ഫയറാ, ഇപ്പതേ തൊട്ടാ ഡയമണ്ട് കൊടുക്കണമെന്ന്. എന്തോ പരിപാടിയായി കാണിച്ചു വെച്ചേക്കുന്നേ. വർഷങ്ങൾ കൂടുന്തോറും ഈ ഒരു ഗെയിം പെയ്ഡ് ഫയർ ആയി വരുവാണല്ലോ. ഒന്ന് ഫയർ ചെയ്യണമെങ്കിൽ തന്നെ 30 ഡയമണ്ട്, ചാടണമെങ്കിൽ 10 ഡയമണ്ട്, ഓടണമെങ്കിൽ 10 ഡയമണ്ട്, മെഡിക്കറ്റ് അടിക്കണമെങ്കിൽ 2 ഡയമണ്ട്, ഗ്ലൂ വാൾ ഇടണമെങ്കിൽ 2 ഡയമണ്ട്. എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ജോയ്സ്റ്റിക്ക് വെച്ച് അങ്ങ് ഓടാം. അതിനാവുമ്പോ ഡയമണ്ട് കൊടുക്കണ്ടല്ലോ. ഇവന്മാർക്കൊക്കെ എവിടെ നിന്നാണോ ഇത്രയും പൈസ? അവൻ എന്നെ പെട്ടിയാക്കി. ഇനി എന്തോ ചെയ്യാനാ? റിവൈവിനാവും. 2 ഡയമണ്ട് കൊടുത്തിട്ട് റിവൈവ് ആയിട്ടുണ്ട്. എന്തായാലും അവൻ എന്നെ പെട്ടിയാക്കിയതല്ലേ, അവനെ പോയി അങ്ങ് റിവെഞ്ച് എടുക്കാം. 30 ഡയമണ്ട് പോയാലും കുഴപ്പമില്ല. ഫയർ ചെയ്യുന്നതിന് 30 ഡയമണ്ട് ഒക്കെ അല്ലേ? കുഴപ്പമില്ല. ആദ്യം തന്നെ പോയി നല്ലൊരു ഗണ്ണെടുക്കട്ടെ. ഓടണ്ട, വെറുതെ എന്തിനാ 10 ഡയമണ്ട് കളയുന്നേ? ഏത് ഗണ്ണാ? കാർണേണ്ടിട്ടല്ലേ കിടക്കുന്നേ? ഇതെടുക്കാം. ഇതാകുമ്പോ ഓരോ ബുള്ളറ്റ് വെച്ചേ പോകത്തുള്ളൂ. മറ്റേതാകുമ്പോ ചറ ബുള്ളറ്റ് പോകില്ലേ? അങ്ങനെ എൻ്റെ എത്ര ഡയമണ്ട് പോകും? ഇതാകുമ്പോ 30 ഡയമണ്ട് വെച്ചല്ലേ പോകൂ. ദേ വരുന്നു എന്നെ കില്ലെടുത്തവൻ. ഒരു 30 ഡയമണ്ട് വെച്ച് അവനെ അങ്ങ് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡാമേജ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തായാലും തീരും. അത്രേ ഉള്ളു കാര്യം. അവൻ വലിയ കാലത്ത് എന്നെ കില്ലൊക്കെ എടുത്തല്ലേ. ഇപ്പം എന്തായി? എന്തായാലും ഇങ്ങനെ കളിക്കാം, അതാ നല്ലത്. വെറുതെ എന്തിനാ ചാടിയൊന്നും നടക്കണ്ട, ഇതാ നല്ലത്. ജോയ്സ്റ്റിക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മതി. എന്തായാലും ഈ ഫ്രീ ഫയർ ഇപ്പം നഷ്ടക്കോളാണല്ലോ. ഇപ്പം തന്നെ 90 ഡയമണ്ട് അല്ലേ പോയത്. എന്ത് ചെയ്യാനാ? 3 ഷോട്ടേ അടിച്ചിട്ടുള്ളൂ, 90 ഡയമണ്ട് പോയി. എന്നാലും ഈ ഗരീനെ എന്താ ഇങ്ങനെ ആയിപ്പോയേ? 2025 വന്ന അപ്ഡേറ്റ് എന്തുവാ? പിന്നെ ഇതുവരെ അപ്ഡേറ്റ് വന്നിട്ടില്ലെന്നാ തോന്നുന്നേ. ഇപ്പൊ 2050 ആയില്ലേ. ഇപ്പതേ തൊട്ടേനും പിടിച്ചതിനും എല്ലാം ഡയമണ്ട് കൊടുക്കണമെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയതാ. അപ്പോഴല്ലേ ഇങ്ങനൊക്കെ കുറെ മാറ്റങ്ങൾ വന്നത് കാണുന്നേ. എന്ത് ചെയ്യണമെങ്കിൽ ഡയമണ്ട് കൊടുക്കേണ്ട അവസ്ഥയായല്ലോ ദൈവമേ. ഗൺസ് ഒന്നും മാറ്റുന്നതിനൊന്നും ഡയമണ്ട് ഒന്നും കൊടുക്കണ്ടല്ലോ. ഇത് അവനല്ലേ? ഇവൻ പിന്നെയും ജനിച്ചു വന്നോ? അത് ശരി, ഇവൻ പിന്നെ റിവൈവ് ആയി വന്നതാന്ന് തോന്നുന്നു. ഒരു ഗ്ലൂ വാൾ ഇട്ടു, 2 ഡയമണ്ട് പോയി. അവനവിടെ കവർ എടുത്ത് നിൽക്കുവാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? അവനും ഗ്ലൂ വാൾ ഇട്ടോ? ഇവൻ്റെയിലൊക്കെ എവിടുന്ന് ഇത്ര ഡയമണ്ട് കിട്ടുന്നേ? ഇവനൊക്കെ എവിടുന്ന് ഇത്ര ക്യാഷ് കിട്ടുന്നേ? അതാ എനിക്കറിയാത്തെ. എന്തായാലും 30 ഡയമണ്ട് പോയി, പിന്നെ 30 ഡയമണ്ട് പോയി, പെട്ടി ആയല്ലോ. ഇനി എന്തായാലും റിവൈവ് ഒന്നും ആവാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. ഇനിയും പ്ലേയിങ് ചെയ്യണമെങ്കിൽ 30 ഡയമണ്ട് കൊടുക്കണം, ബാക്ക് അടിക്കണമെങ്കിൽ 2 ഡയമണ്ട് കൊടുക്കണം. എന്തായാലും ബാക്ക് അടിച്ചേ. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എടാ അളിയാ, ഞാൻ ഇന്നലെ ഇല്ലേ ഒരു സ്വപ്നം കണ്ടറാ. കോമഡി സാധനമാടാ. എന്തായാലും നീ ചിരിച്ചു ചാവും. ചിരിച്ചു ചാവുമെന്നോ? അതെന്ത് സ്വപ്നമാടാ? എന്നാ ഒന്ന് പറഞ്ഞേ നീ. എടാ അത് പിന്നെ ഫ്രീ ഫയർ ഇല്ലേ, 2050 ഞാൻ കളിച്ചു സ്വപ്നത്തില്. അതിലാണെങ്കിൽ ഒന്ന് ഫയർ ചെയ്യണമെങ്കിൽ തന്നെ 50 ഡയമണ്ടും 30 ഡയമണ്ടും ഒക്കെ കൊടുക്കണോടാ. ഒന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഡയമണ്ട് കൊടുക്കണോടാ. എത്ര ഡയമണ്ടാ പൊട്ടിപ്പോയത് ആ ഒരു കളിയിൽ എൻ്റേത്. ഞാനാണെങ്കിൽ ഓരോ കളി കളിക്കുമ്പോഴും ടോപ്പപ്പ് ചെയ്തിട്ടാ കളിക്കുന്നേ. ഒരു കളി കളിക്കുമ്പോൾ തന്നെ 10ഉം 500 ഡയമണ്ടൊക്കെ അല്ലേ പോകുന്നേ. എടാ പിന്നില്ലേ, ഒന്ന് പ്ലെയിനേന്ന് ചാടണമെങ്കിൽ തന്നെ നല്ല ഡയമണ്ട് കൊടുക്കണം. എനിക്ക് തോന്നുന്നത് 30 ഡയമണ്ട് ആണെന്നാണ് തോന്നുന്നേ. 30-40 ഡയമണ്ടൊക്കെ വെച്ചാ കൊടുക്കണ്ടേ. പിന്നെ മാപ്പ് എടുക്കണമെങ്കിൽ 10 ഡയമണ്ട്, ക്ലോസ് അടിക്കണമെങ്കിൽ 10 ഡയമണ്ട്, കില്ലെടുക്കണമെങ്കിൽ എന്തൊക്കെയാണോ എന്തോ. ഫ്രീ ഫയർ ഫുള്ള് 2050 അങ്ങനെ ആയിരിക്കും അല്ലേടാ. ഫുള്ള് ഡയമണ്ട് വെച്ചിട്ടുള്ള കളിയായിരിക്കും. അതാണോ നീ സ്വപ്നം കണ്ടത്? എടാ 2050 ഫ്രീ ഫയർ കാണുമോ?
ഇനി അഥവാ കാണുമെങ്കിൽ തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നേ. ഫുള്ള് ഡയമണ്ടിന്റെ കളി ആയിരിക്കുമോടാ. അതേടാ, അത് തന്നെ എനിക്കും തോന്നുന്നേ. എടാ, ആ ഒരു മാച്ചിലില്ലേ, അതിനകത്താണെങ്കിൽ മാപ്പിനും ഒന്നിനും ഒരു അപ്ഡേറ്റും വരുത്തിയിട്ടില്ലടാ. ഗ്രാഫിക്സും എല്ലാം അതേപോലെ തന്നെ. എടാ, ഞാനിനി സ്വപ്നം കണ്ട എങ്ങാനും വലിക്കുവോടാ 2050 ആവുമ്പോഴേക്കും. എടാ, എനിക്ക് തോന്നുന്നില്ലടാ 2050 വരെയൊക്കെ ഫ്രീ ഫയർ പോകുമെന്ന്. കാരണം അപ്പോഴൊന്നും ആരും കളിക്കാൻ കാണത്തില്ലടാ. അതുകൊണ്ട് തന്നെ ഈ കമ്പനി പൂട്ടിപ്പോവാനാ ചാൻസ് കൂടുതൽ. എടാ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ആവും തോറും പുതിയ പുതിയ ഗെയിമിന്റെ പുറകിൽ പോകടാ. എടാ, പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് മിനി മിൽഷയൊക്കെ അല്ലേ കളിച്ചുകൊണ്ടിരുന്നേ. അത് കഴിഞ്ഞിട്ടല്ലേ ഈ ഫ്രീ ഫയറിലോട്ട് വന്നേ. ഇപ്പൊ ആ ഒരു ഗെയിം നമ്മൾ കളിക്കാറ് പോലും ഇല്ലല്ലോ. ആ ഒരു ഗെയിം നിർത്തിപ്പോയില്ല, പക്ഷെ കുറെ പേരൊക്കെ കളിക്കുന്നുണ്ടെന്നാ തോന്നുന്നല്ലേ. പക്ഷെ നഷ്ടമാടാ ആ ഒരു കമ്പനിക്ക്. എടാ, അതുപോലെ തന്നെ ഈ ഒരു ഗെയിമും വിട്ടു പോകടാ നമ്മൾ ഒരു സമയമാകുമ്പോ. എന്തായാലും 2050 വരെ ഒന്നും പോകാൻ ചാൻസ് ഇല്ലെന്നാ എനിക്ക് തോന്നുന്നേ. എടാ, പിന്നെ വേറൊരു കാര്യമുണ്ട്. എടാ, ഓരോ ഗെയിമിനും അതിൻ്റെതായിട്ടുള്ള ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രീ ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഫ്രീ ഫയർ ആ ഒരു സമയത്ത് 2020 2021 സമയമൊക്കെ ഫ്രീ ഫയർ വേറെ ലെവലായിരുന്നടാ. ശരിയാടാ നീ പറഞ്ഞ. പണ്ടൊക്കെ ഈ ഒരു ഫ്രീ ഫയർ കളിക്കാൻ എന്ത് രസമായിരുന്നു. ഇപ്പോഴല്ലേ ഈ ഗരീനയൊക്കെ ഓരോന്ന് കൊണ്ടുവന്ന് നശിപ്പിച്ചു കളഞ്ഞേ. എടാ, പണ്ടൊക്കെ പീക്കിലൊക്കെ ഇറങ്ങി കില്ലൊക്കെ എടുത്ത് എന്ത് രസമായിരുന്നു അല്ലേ. എടാ, നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മളെ കാല ക്യാരക്ടറിനെ ഇട്ടിട്ട് നമ്മൾ ഫാക്ടറി ടോപ്പിൽ ഇറങ്ങിയിട്ടേ ഫിസ്റ്റ് വെച്ച് എല്ലാത്തിനും ഇടിക്കുന്നേ. അത് വേറെ ലെവൽ ഫീലായിരുന്നു അല്ലേടാ. ആ ഫീലൊന്നും ഇനിയും കിട്ടത്തില്ലടാ ഒരിക്കലും. ഫ്രീ ഫയർ എന്തായാലും അതുപോലെ തന്നെയാടാ മറ്റേ ഗെയിംസും. എടാ, നമ്മൾ മിനിമിൽഷയൊക്കെ കളിക്കുന്ന ഓർമ്മയുണ്ടോ? നമ്മൾ സ്കൂളിൽ നിന്ന് വന്നിട്ടേ വൈകുന്നേര സമയത്ത് എല്ലാവരും കൂടിയിരുന്ന് മിനിമിൽഷ കളിക്കുന്നതും. എടാ, അതൊക്കെ വല്ലാത്തൊരു ഫീലായിരുന്നു. നീ പറഞ്ഞപ്പോഴൊക്കെയാടാ ഇതെനിക്ക് ഓർമ്മ വന്നേ. പണ്ടൊക്കെ എന്ത് രസമായിരുന്നു ഈ ഒരു ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണെങ്കിൽ ഈ ഒരു ഗെയിംസ് എല്ലാം പോയടാ. പണ്ടത്തെ പോലൊന്നും അല്ല ഇപ്പം. അതേടാ, അതാ ഞാൻ പറഞ്ഞേ. എടാ, ഇപ്പോഴാണെങ്കിൽ ഞാൻ ഒരു കസ്റ്റം കളിക്കാൻ പോവാ. നീ വരുന്നോടാ? നമുക്ക് 4v4 കളിക്കുന്നേ. വരുന്നോ നീ വരുന്നെങ്കിൽ വാ. എടാ, 4v4ഓ? ഏയ്, അതിനൊന്നും ഞാനില്ലടാ. നമുക്ക് 1v1 കളിച്ചാലോ? എടാ, 1v1 കളിക്കാം, അതല്ലേ നല്ലത്. 1v1ഓ? ഒന്ന് പോടെ ഇറക്കുക. 1v1 ഒക്കെ കളിച്ചിട്ട് എത്ര നാളായെന്നറിയോ? ഞാൻ എപ്പോഴും 4v4 കളിക്കുന്നേ. ഇതാകുമ്പോൾ സ്ക്വാഡ് വൈപ്പൊക്കെ എടുക്കാടാ. അടിപൊളിയല്ലേ സ്ക്വാഡ് വൈപ്പൊക്കെ? ഓ, ഞാനില്ലടാ. നീ വലിയ പ്രോ പ്ലെയർ അല്ലേ. ഞാൻ അതുകൊണ്ടല്ലേ സ്ക്വാഡ് വൈപ്പൊക്കെ എടുക്കുന്നേ. എനിക്ക് നേരെ ചൊവ്വേ കളിക്കാൻ പോലും പറ്റുന്നില്ല ഇവിടെ, അറിയോ? ഈ ഒരു പൊട്ട ഫോണിലാണെങ്കിൽ നേരെ ചൊവ്വേ ഒന്നും കളിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞേ, ജസ്റ്റ് 1v1 കളിക്കുന്നെങ്കിൽ ഞാൻ വരാടാ. അല്ലെങ്കിൽ ഇല്ല. ശരിയെന്നാ, ഞാനാണെങ്കിലേ ഒരു ഫുൾ മാപ്പ് കളിക്കട്ടെ.